ഹലോ കുട്ടികളെ, ക്വാഡ്രേറ്റ് സീരീസിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വാഡ്രേറ്റ് സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ആണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാം. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നമുക്കറിയുന്ന ഒരാളുണ്ട്. സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? മാസ് m ആണ്, റേഡിയസ് നമുക്ക് r ആണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ g=gm/r² ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ h ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g' ആണെന്ന് വിചാരിച്ചോ. ഈ g' എങ്ങനെയാ സാറേ കാണുക? g' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm/r+h² എന്ന് ചെയ്താൽ മതി. എന്താണ് ജിയും g' തമ്മിലുള്ള റിലേഷൻ? അതായത് പഴയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന g'/g എന്ന് ചെയ്ത് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് gm/r+h² ബൈ gm/r². ദാറ്റ് ഈസ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, gm ക്യാൻസൽ ചെയ്യാം, r² മുകളിലോട്ട് എഴുതുന്നു, r²/r+h² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ നമ്മൾ r² കോമൺ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. r² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1+h/r² എന്നുണ്ടാവും. r² ക്യാൻസൽ ചെയ്യുന്നു. ഡിനോമിനേറ്റർ ടേം മുകളിലോട്ട് വരുന്ന സമയത്ത് -2 എന്ന് വരും. ദാറ്റ് ഈസ് 1+h/r⁻². ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 - 2h/r എന്നായിട്ട് മാറും ഇതിന്റെ ഫോം. ദാറ്റ് ഈസ് g'/g എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ g' പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ പഴയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനോട് 2h/r എന്ന് ചെയ്താൽ മതി. അതായത് എന്തേ ചെയ്യുള്ളൂ, കുറേ ചെയ്യുള്ളൂ. പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് കുറേ ചെയ്യുള്ളൂ എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത് ആണ്. അതായത് നമ്മളെ മാസ് m ഉള്ള റേഡിയസ് r ഉള്ള സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? gm/r² ആണെന്ന് നിങ്ങൾക്കറിയാം. ഡെപ്ത് അതായത് താഴേക്ക് വന്നു വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ സ്ഫിയർ കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് ഡി ഡെപ്തിലേക്കാണ്, താഴേക്ക് ഡി ഡെപ്തിലേക്കാണ് വന്നിട്ടുള്ളത്. സോ എന്താ പറയാൻ പറ്റും, റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm/എന്തേ ഉള്ളൂ, gm അല്ല gm' എന്ന് കൊടുക്കണം. gm'/r−d² r−d² എന്ന് കൊടുത്തു. എന്താണ് സാറേ സംഭവിക്കുക? ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്താണ് m, അതായത് റോ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ദാറ്റ് ഈസ് മാസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? എന്താ ഡെൻസിറ്റി അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വോളിയം എത്രയാണെന്ന് അറിയാം, സ്ഫിയറിന്റെ എത്രയാ, 4/3πr³ ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ m' സാർ എങ്ങനെയാണ് കാണുക? m കണ്ടു, താഴത്തെ സ്ഫിയറിന്റെ മാസ് എങ്ങനെയാണ് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോ ഇൻറ്റു മാറ്റൊന്നുമില്ല 4/3 ഇൻറ്റു π ഇൻറ്റു r³ മാറ്റം എന്താ ഉള്ളത്, r−d³ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ വേറെ വ്യത്യാസമൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് g=gm/r² ആണെന്നറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, g/r² ഇൻറ്റു m എന്താണ്, റോ ഇൻറ്റു 4/3 ഇൻറ്റു πr³. r³ r² ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ എന്തുള്ളൂ, g ഇൻറ്റു റോ ഇൻറ്റു 4/3πr. അടുത്തെന്താ വരിക, g' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm/r−d². ശരിയാണോ? ശരിയാണ്. g ഇൻറ്റു പറഞ്ഞേ റോ ഇൻറ്റു 4/3πr−d² ബൈ r−d². ക്യാൻസൽ ചെയ്തോടെ എനിക്ക് ക്യാൻസൽ ചെയ്യാം. എന്ന് മാത്രമേ ഉള്ളൂ, g ഇൻറ്റു റോ ഇൻറ്റു 4/3π ഇൻറ്റു r−d. അപ്പോൾ ഞാൻ g'/g ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ടേമേ ഉണ്ടാവുള്ളൂ? ഏതൊക്കെ ടേം ക്യാൻസൽ ആയിപ്പോയി നോക്കി. g ക്യാൻസൽ ആയിപ്പോയി, റോ ക്യാൻസൽ ആയിപ്പോയി, 4/3 ക്യാൻസൽ ആയിപ്പോയി, π ക്യാൻസൽ ആയിപ്പോയി, എല്ലാം ക്യാൻസൽ ആയിപ്പോയി. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് അവിടെ ബാക്കി? എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടികളെ? g' എന്ന് പറയുമ്പോൾ മുകളിൽ r−d മാത്രം, താഴെ r മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്ത് ചെയ്താം, 1-d/r എന്ന് എഴുതാം. ദാറ്റ് ഈസ് പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഇൻറ്റു 1-d/r എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ കുറയാണെങ്കിൽ താഴോട്ട് വരുമ്പോഴും കുറേ തന്നെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് കാണാൻ പറ്റും. ഓക്കെ, g' എന്ന് പറഞ്ഞാൽ g ഇൻറ്റു 1-d/r എന്ന് കിട്ടി. മൂന്നാമത്തെ കേസാണ്, മൂന്നാം ക്വസ്റ്റ്യൻ, വേരിയേഷൻ ഓഫ് വാല്യൂ ഓഫ് g വിത്ത് ഷേപ്പ് ഓഫ് ദി എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്തിന്റെ ഷേപ്പ് എക്സാക്ട്ലി സ്ഫിയർ അല്ല. ഇക്വേറ്ററിലേക്ക് സ്വാഭാവികമായിട്ടും റേഡിയസ് കൂടുതലാണ്, പോളിലേക്ക് എന്ത് കുറവാണ്, റേഡിയസ് കുറവാണെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ റേഡിയസ് ഓഫ് ഇക്വേറ്റർ കൂടുതലാണ് കമ്പയർഡ് ടു പോൾ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gm/r² ആണെന്ന് നിങ്ങൾക്കറിയാം. ഡിനോമിനേറ്ററിലാണ് r കൂടിയാൽ g കുറയും. ദാറ്റ് മീൻസ് എവിടെയുള്ള g കൂടുതലാണ്, പോളുള്ള g കൂടുതലാണ് കമ്പയർഡ് ടു എവിടെ, ഇക്വേറ്ററിലുള്ളത്. കാരണം എന്താ സാറേ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, gm/r⁵² ഒന്ന് gm/r² രണ്ടല്ലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സോ എനിക്ക് പറയാൻ പറ്റും ഏതാ കൂടുതൽ, നമ്മുടെ ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ഈ ടേം എന്താവും, കുറയും. ഇത് കുറവാ, ദാറ്റ് മീൻസ് ഈ ടേം കൂടും.
ഓക്കെ, അതായത് എനിക്ക് പറയാൻ പറ്റും GM/R ഇക്വേറ്റർ എന്ന് പറയുന്ന ഇക്വേറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ടേം കുറവായത്, അതായത് ഇക്വേറ്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ് കമ്പയർ ടു പോളിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്ത് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് R ഡ്യൂ ടു എ ബോഡി ഓഫ് മാസ് ക്യാപിറ്റൽ M. ഒരു M മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ആണ്. ഒരു X ഡിസ്റ്റൻസ് അകലെ ഒരു മാസ് ഉണ്ട് M എന്ന് പറയുന്ന മാസ്, അതിന് ചെറിയൊരു സ്മോൾ ഡിസ്റ്റൻസ് നമുക്ക് DX എന്ന് വിളിക്കാം. അതായത് ഈ പറയുന്ന രണ്ട് മാസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവിടെയുള്ള ഞാൻ ആദ്യം ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാം. ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? G(M)M/x². ശരിയാണല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ വർക്ക് ഡൺ സാറെ കണ്ടുപിടിക്കുക. വർക്ക് ഡൺ, എന്തിനു വർക്ക് ഡൺ? ആ ഒബ്ജക്റ്റിനെ ദൂരെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് R എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. എന്താണ്? ഇറ്റ് ഈസ് F. ചെറിയ വർക്ക് DX നീക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. DX നീക്കാനുള്ള വർക്ക് F.dx ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ സാർ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? എവിടുന്നാണ് ഇൻഫിനിറ്റി ഇന്ന് R എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് കാണണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇൻ്റഗ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പുകളൊന്നും ജസ്റ്റ് നോക്കി വെക്കുക, അവസാനത്തെ റിസൾട്ട് മാത്രം എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ എഴുതേണ്ടത് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു പോയിന്റ് R എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. F എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? GM/M/x² ഇൻറ്റു DX. GMM കോൺസ്റ്റന്റ് പുറത്തെ എടുക്കാം. W is equal to GMM ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R എന്താണുള്ളത്? 1/x dx 1/x² dx എന്നാണ്. അപ്പോൾ ഇന്റഗ്രൽ 1/x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടി തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താണ് സാറേ? GMM ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് x⁻² - 2 x⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻1 ദാറ്റ് ഈസ് 1 - 1/x എന്നേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ടു R. എത്ര മാത്രം അത് ഡയറക്റ്റ് ആയിട്ട് എടുത്തെഴുതിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, W ഈക്വൽ ടു എന്ന് എഴുതാം GMM പറഞ്ഞേ. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ -1/R പ്ലസ് 1/∞. ദാറ്റ് മീൻസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/∞ 0 ആണ്, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ W is equal to -GMM/R. This is the work done to bring a charge from infinity to point R. എന്താണ് കാര്യം? ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായിട്ട് ഈ പറയുന്ന വർക്ക് ഡൺ ആണ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് അവിടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം -GMM/R എന്ന് പറയണം. ഇത് മാസ് M ഉള്ള, അതായത് എർത്തിന്റെ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ M എന്ന് എടുക്കാം. രണ്ട് ഒബ്ജക്ട്സ് ആണെങ്കിൽ M1 M2 എന്ന് എടുക്കാം. അതായത് അത്രയേ ഉള്ളൂ ഡിഫറൻസ്. M1 M2 എന്ന് എടുക്കാം. മറ്റേ എർത്തിന്റെ മാസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ M എന്ന് എടുത്തുന്നുള്ളൂ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി U equal to -GMM/R എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അടുത്ത എന്താണ്? പ്രൂവ് ദാറ്റ് ദ വർക്ക് ഡൺ ടു മൂവ് എ ബോഡി of mass M through a distance h against the gravitational force is mgh. മുകളിലേക്ക് M മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പ്രൂവ് ചെയ്യാൻ mgh ആണ് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചെടുക്കുന്നത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. U എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം -GMM/R ആണെന്ന് നിങ്ങൾക്കറിയാം. h ഹൈറ്റിലേക്ക് ഉയർത്തുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര, ഉയർത്തിയതിനു ശേഷമുള്ള പൊട്ടൻഷ്യൽ എത്രയാ? GMM/R + h ആണെന്ന് നിങ്ങൾക്കറിയാം. ശരിയല്ലേ? ഡിഫറൻസ് എടുത്തു പോയി കഴിഞ്ഞാൽ ഡിഫറൻസ് എനർജിയാണ് വർക്ക് ഡൺ ആയിട്ട് കണക്കാക്കുക അല്ലേ? U2 - U1 എത്രയാ നോക്കിയാൽ മാത്രം മതി. എത്ര വരിക? -GMM/R + h പ്ലസ് ആയി മാറി GMM/R ആയിട്ട് മാറി. ക്ലിയർ? കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം? GMM/R കോമൺ ആയിട്ട് എടുക്കാം. എടുത്തൂടെ? R കോമൺ ആയിട്ട് എടുത്തു. എന്ത് ബാക്കി ഉണ്ടാവും നോക്കി? 1 മൈനസ് ഈ ടേം ഞാൻ ആദ്യം എഴുതി. ഓക്കെ, അതാണ് 1 മൈനസ് എന്ന് വരാൻ കാരണം. 1 മൈനസ് എന്താണുള്ളത്? 1/R കോമൺ ആയിട്ട് എടുത്തതിന് ശേഷം 1 + h/R എന്ന് പറയുന്ന സാധനം കോമൺ ആയിട്ട് ഉണ്ടാവും. അത്രേ ഉള്ളൂ കേട്ടോ. അതായത് കോമൺ ആയിട്ട് R പുറത്തെടുക്കുമ്പോൾ R കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ചെയ്തത്. അതിനെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എടുക്കുന്ന സമയത്ത് -1 വരും. ദാറ്റ് ഈസ് GMM/R ഇൻറ്റു 1 മൈനസ് 1 + h/R ഹോൾ റേസ് ടു -1 എന്നായി. വീണ്ടും മൈനോബിയൻ എക്സ്പാൻഷൻ എന്താ വരിക? ഈക്വൽ ടു GMM/R ഇൻറ്റു 1 മൈനസ് ബ്രാക്കറ്റിൽ 1 - h/R. ക്ലിയർ ആണോ? 1 ക്യാൻസൽ, മൈനസ് വരുമ്പോൾ എത്ര വരും? GMM/R ഇൻറ്റു h/R എന്ന് വരും. ദാറ്റ് ഈസ് GMM/R² ഇൻറ്റു h എന്ന് വരും. എവിടെയോ പരിചയമുണ്ടോ? That is GM/R². This is G, small g into M into H. That is mgh എന്ന് പ്രൂവ് ചെയ്ത് കിട്ടി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ.
അപ്പോൾ സാറ്റലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതായത് ഭൂമിയുടെ പുറത്തുകൂടെ, അതായത് ആ ഭൂമിയുടെ സെൻട്രൽ നിന്നാണെങ്കിൽ സ്മോൾ ആർ ഡിസ്റ്റൻസിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പറയുന്ന ആ ഡിസ്റ്റൻസ് അകലെ ഈ പറയുന്ന റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ എത്രയാണ്, നമ്മൾ ഓരോ കാര്യങ്ങളാണ്, അതിന്റെ വെലോസിറ്റി എത്രയാണ്, അതിന്റെ ടൈം പീരീഡ് എത്രയാണ്, അതിന്റെ എനർജി എത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, കൈനറ്റിക് എനർജി എത്രയാണ്, ടോട്ടൽ എനർജി എത്രയാണ്, ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ്, അത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. ദാറ്റ് മീൻസ് അവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സും അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അത് ഈക്വൽ ആവുന്നത് കൊണ്ടാണ് അത് പുറത്തേക്കൊന്നും തെറിച്ചു പോകാതെ അവിടെ തന്നെ പിടിച്ച് നിൽക്കുന്ന ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v²/r ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ സെൻട്രൽ നിന്നുള്ള റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഭൂമിയും ആ പറയുന്ന സാറ്റലൈറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gmm/r² ആണ്, ശരിയല്ലേ? ആർ ക്യാൻസൽ, എം സ്മോൾ എം ആണ്, സ്മോൾ എം ക്യാൻസൽ, എം എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി എർത്ത് ആണ്. ദാറ്റ് മീൻസ് v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം gm/r ആണെന്ന് മനസ്സിലായി, ശരിയാണോ? അപ്പോൾ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സാർ എന്ന് ചോദിച്ചാൽ √gm/r ആണ്. √gm/r ഈ പറയുന്നതാണ് എന്ത്, നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് √gm/r ആണ്. ഈ പറയുന്ന ഭൂമിയുടെ തൊട്ടടുത്തൂടെ തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ ആറിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? സ്മോൾ ആറിനോട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എങ്ങനെയും പറയാറുണ്ട്, √gm/r എന്ന് പറയാറുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത്, അങ്ങനെയും പറയാറുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? നമുക്കറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഈ പറയുന്ന ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കാണുക? 2πr ആണ്, റേഡിയസ് r ആണ്. 2πr ബൈ എന്താണ്? റേഡിയസ് ബൈ ടൈം, ദാറ്റ് ഈസ് ടൈം പീരീഡ് ആണ്. ആ ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ബൈ v0, അതായത് vO ഓർബിറ്റൽ വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റും. 2πr ബൈ ഓർബിറ്റൽ വെലോസിറ്റി എത്രയായിരുന്നു? √gm/r കൊടുക്കാം. √gm/r നമ്മൾ നേരത്തെ അപ്രോക്സിമേറ്റ് ചെയ്താണല്ലോ, മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് എഴുതാം 2πr ഇൻറ്റു √r/gm എന്ന് എഴുതാൻ പറ്റും. ഉള്ളോട്ട് എടുക്കുന്ന സമയത്ത് സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് 2πr ഉള്ളോട്ട് എടുക്കുന്ന സമയത്ത് ഒരു സ്ക്വയറും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് r² ഇൻറ്റു r³ എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എനിക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? 2π√r³ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം. അതായത് പിന്നെ കൈനറ്റിക് എനർജിയാണ് ചോദിച്ചത്. കൈനറ്റിക് എനർജി കാണാം, ½ ആണ്. ഓർബിറ്റൽ വെലോസിറ്റി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ കാണാം, ½ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v0². അതായത് ഓർബിറ്റൽ വെലോസിറ്റി എത്രയായിരുന്നു? √gm/r, ദാറ്റ് ഈസ് √gm/r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇത് ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ. ½ m ഇൻറ്റു √gm/r ഇത് മതി, തൽക്കാലം ഇങ്ങനെ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് പല രീതിയിലേക്ക് കൊണ്ടുവരാം. തൽക്കാലം അത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എങ്ങനെ മതി? ½ m √gm/r എന്ന് പറയുന്ന രീതിയിലേക്ക് r² ഉണ്ട്. ദാറ്റ് മീൻസ് ഇതിന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എന്ത് വരും? പറഞ്ഞു നോക്കിയേ, ½ m ഇൻറ്റു gm/r എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇന്ന് ½ gmm/r, ദാറ്റ് ഈസ് gmm/2r. നല്ല റിലേഷൻ അല്ലേ? ½ gmm/2r. പൊട്ടൻഷ്യൽ എനർജിന്റെ ഹാഫ് പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഫൈൻ, കുഴപ്പമില്ല. gmm/2r എന്ന് പറയുന്നതാണ് അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എത്രയാ? പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? -gmm/ അവിടേക്കുള്ള ഡിസ്റ്റൻസ് r എന്ന് പറയുന്നതാണ്. ഇപ്പൊ ടോട്ടൽ എനർജി എത്രയാണ് സാറേ? ഇതാരാണ്? ഭൂമിയുടെ മാസാണ്. ഇത് ഭൂമിയുടെ മാസാണ്. ഇതാ പറയുന്ന സാറ്റലൈറ്റിന്റെ മാസാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയാ വരിക? ടോട്ടൽ എനർജി എങ്ങനെയാ കാണുക? നേരത്തെ പഠിച്ചേ എന്താ പറഞ്ഞത്? gmm/r എന്തായിരുന്നു? 2r അല്ലേ? അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞേ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞോക്കേ, പ്ലസ് -gmm/r ഇതല്ലേ പൊട്ടൻഷ്യൽ എനർജി. ഒന്ന് ചെയ്ത് നോക്കിയേ. 2rൽ നിന്ന് r മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. നോക്കിയേ, ചെയ്ത് നോക്കാം നമുക്ക്. എന്താ കോമൺ ആയിട്ട്? നമുക്ക് gmm/r ഉണ്ട്. gmm/r കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1/2 -1 എന്നുണ്ടാവും. ദാറ്റ് ഈസ് -gmm/r. ശരിയാണോ? 2r ശരിയാണോ? 1/2 ആണ്, -½ ആണ് ബാക്കി ഉണ്ടാവും. -gmm/2r എന്നുണ്ടാവും.
അടുത്തായിട്ട് നമ്മൾ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി ആണ്. അതായത് ഭൂമിയിൽ നിന്ന് ഒരു സാധനത്തിനെ പ്രൊജക്ട് ചെയ്ത് പുറത്ത് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റി എത്ര വെലോസിറ്റിയിൽ വിട്ടാലാണ് നമ്മൾ അവിടെ എത്തിക്കുക എന്നുള്ള കാര്യമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഭൂമിയിൽ നിന്ന് ഒരു സാധനത്തിനെ പുറത്തേക്ക് എക്സ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലുള്ള ഫോഴ്സ് എത്രയാണ് നമുക്കറിയാം. എന്താ? F is equal to Gm/x² ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? അപ്പൊ അവിടെ കൊണ്ടുപോകാനുള്ള എന്താണ് വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ചെറിയൊരു dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് dw, ചെറിയ വർക്ക്. അതായത് F into dx ആണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പൊ F into dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എത്രയാണ്? Gmm/x² into dx ആണെന്ന് നമുക്കറിയാം ഓൾറെഡി. അപ്പൊ എവിടുന്നാ കൊണ്ടുപോകുന്നത്? ഭൂമിയുടെ സർഫസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, അതായത് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയാം. ഭൂമിയുടെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ആറിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാണ്? ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാറ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത് നേരത്തെ, ആ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആറിൽ നിന്ന് ഇൻഫിനിറ്റി ദൂരേക്ക് കൊണ്ടുപോവാണ്. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? DW എന്ന് പറഞ്ഞ് കിട്ടി. ടോട്ടൽ വർക്ക് എത്രയാണ്? എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രൽ Gmm/x² dx. എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? ഭൂമിയുടെ സർഫസിൽ നിന്ന് വളരെ അകലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വർക്ക് ഡൺ എത്രയാണ്? അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ടു Gmm/x² അല്ല, അത് ഉള്ളിലാണ് വരിക. ഇന്റഗ്രൽ R to ഇൻഫിനിറ്റി 1/x² dx. ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ പഠിക്കണം? -1/x ആണെന്ന് പഠിക്കണം. ദാറ്റ് ഈസ് W is equal to Gmm into -1/x. എവിടുന്നാണ്? R to ഇൻഫിനിറ്റി. R എന്ന് ഇൻഫിനിറ്റിയിലേക്ക്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? Gmm into -1/infinity മൈനസ് വീണ്ടും ഒരു മൈനസ്, ദാറ്റ് ഈസ് പ്ലസ്, ദാറ്റ് ഈസ് 1/r. ആൻസർ ഈസ് W equal to 1/infinity 0 ആണ്. ദാറ്റ് ഈസ് Gmm/r എന്ന് എനിക്ക് ആൻസർ കിട്ടി. ദാറ്റ് ഈസ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഡൺ ആണ് എന്തിലേക്ക് മാറുന്നത്? ദാറ്റ് ഈസ് ഈ വർക്ക് ഡൺ ആണ് നമ്മൾ കൈനറ്റിക് എനർജീന്റെ ഫോമിലേക്ക് മാറുന്നത്. കൈനറ്റിക് എനർജി, അതായത് ഇത് മുകളിലോട്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ കൈനറ്റിക് എനർജീന്റെ ഫോമിലല്ലേ നമ്മൾ മുകളിലോട്ട് പോകും. അതായത് മൂവ് ചെയ്യുന്ന സമയത്തല്ലേ നമുക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ആ കൈനറ്റിക് എനർജിന്റെ ഫോമിലാണ് ആ വർക്ക് ഡൺ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ആ പറയുന്ന ½ mv², അതല്ലേ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് ½ mv². ഈ പറയുന്ന v എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റിയിലാണ്. എത്ര വെലോസിറ്റിയിൽ വിടണം എന്നാലേ മുകളിലോട്ട് പോവുള്ളൂ. ആ വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഓൾറെഡി എന്തിനോട് ഈക്വൽ ആണെന്ന് കിട്ടി? Gmm/ അത്രയാണ് വർക്ക് ഡൺ നമുക്ക് കിട്ടി. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. m ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Gm/r എന്നാണ് കിട്ടി. ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2Gm/r ആണ് കിട്ടി. ഈസി അല്ലേ? ഈസി ആയിട്ട് കിട്ടി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2Gm/r ആണ് കിട്ടി. ബട്ട് ഈസ് വേറെ റിലേഷൻ ഉണ്ടാവല്ലോ. എന്താണ് വേറെ റിലേഷൻ? കണ്ടുപിടിച്ചു തരാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ റിലേഷൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് Gm/r²? അത് സ്മോൾ g ആണ്. അപ്പോൾ ഒരു ആറിനെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി. ദാറ്റ് ഈസ് Gm/r എന്ന് പറഞ്ഞാൽ GR ആണെന്ന് മനസ്സിലായി. ഒരു ആറിനെ റൈറ്റിലോട്ട് കൊണ്ടുപോയി, 2 ആറും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ ഉള്ളിലുള്ള ആ ടേം Gm/r എന്ന് പറയാൻ ഞാൻ GR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2GR ആണെന്ന് എഴുതാൻ പറ്റും എനിക്ക്. ക്ലിയർ ആണോ? ജസ്റ്റ് 2GR എന്ന് എഴുതാൻ പറ്റും. എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. എന്താണ്? കെപ്ലറിന്റെ പ്ലാനറ്ററി മോഷന്റെ നമ്മൾ തേർഡ് ലോ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ പ്രൂഫ് നല്ലപോലെ പഠിച്ചു നോക്കാം. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, വെലോസിറ്റി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെലോസിറ്റി നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റ്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കെപ്ലറിന്റെ ലോയിൽ, അല്ലേ? √Gm/r ആണെന്ന് നമുക്കറിയാം. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ v² എന്താണ്? Gm/r ആണെന്ന് നമുക്കറിയാം. ഇത് ഡയറക്റ്റ് ആയിട്ട് എടുത്തെഴുതുന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രിപിറ്റൽ ഫോഴ്സ് നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് ഈക്വൽ ആണ് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അത് തന്നെയാണ് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ ഒരു പ്രശ്നവുമില്ല. മനസ്സിലായല്ലോ? v √Gm/r ആണെന്ന് നമുക്കറിയാം. അത് എവിടുന്ന കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കറങ്ങുന്ന സമയത്ത്, സാറ്റലൈറ്റ് കറങ്ങുന്ന സമയത്ത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. അത് അവിടെ നിന്നാണ് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തു. വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് v √Gm/r എന്ന് പറയുന്നത്. ഡയറക്റ്റ് എടുത്തു, വേറെ ഒന്നും എടുത്തിട്ടില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ v എന്ന് പറഞ്ഞാൽ എന്താ? v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2πr/t ആണല്ലോ.
ശരിയല്ലേ? വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2πr/t ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? ദാറ്റ് ഈസ് gm/r അല്ലേ? സംശയമുണ്ടോ? എന്താ ചെയ്യാൻ പറ്റും നോക്കിയേ, ചെയ്ത് നോക്കിയേ. 4π²r²/t² ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? gm/r എന്ന് എഴുതാൻ പറ്റും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഉൾട്ടെടുക്കുക. ദാറ്റ് ഈസ് t²/4π²r² ഈക്വൽ ടു r/gm എന്ന് എഴുതാം. അടിയത്തെ ടേം ഒക്കെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഞാൻ എന്ത് കിട്ടും? t² is equal to 4π²r³ എന്ന് കിട്ടും. ഒരു കറ്റ കാര്യം നോക്കിയാൽ അറിയാം. വാട്ട് ഈസ് 4π²/gm? ഒക്കെ കോൺസ്റ്റൻസ് ആ. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും t² ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു r³ എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും t² ഈസ് പ്രൊപ്പോർഷണൽ ടു r³ എന്ന് എഴുതാം. ഇതാണ് കെപ്ലറിന്റെ പ്ലാനറ്ററി ലോ, മൂന്നാമത്തെ പ്ലാനറ്ററി ലോ. നിങ്ങൾക്ക് അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഡെറിവേഷൻ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് മാർക്കിനനുസരിച്ച് നോക്കുക കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഡെറിവേഷനും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ നിന്നുള്ള നമ്മുടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ആണ്. ആ ഗോൾഡൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് ഭൂമിയുടെ എവിടെയാണ്, പോളിലാണോ അല്ലെങ്കിൽ ഇക്വേറ്ററിലാണോ എന്ത് കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടുതൽ ലൈക്ക് നോക്കാം ആർക്കാ കിട്ടുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ.